ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റംസാൻ മുബാറക്. അങ്ങനെ അൽഹംദുലില്ലാ മൂന്നാമത്തെ നോമ്പ് തുറയും കഴിഞ്ഞു. ആ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്തത്. അപ്പോൾ ആദ്യം തന്നെ കാരക്കാൻ വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മളെല്ലാവരും നോമ്പ് തുറക്കും. പിന്നെ നമുക്ക് വേണ്ടത് ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഫ്രൂട്ട്സ് തീർച്ചയായിട്ടും എല്ലാവരും കഴിക്കണം. പിന്നെ വേണ്ടത് ഈത്തപ്പഴം, പിന്നെ കദളിപ്പഴം. വയറിന് എപ്പോഴും തണുപ്പായതുകൊണ്ട് തന്നെ ഒരു കദളിപ്പഴം കഴിക്കുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ എണ്ണപ്പലഹാരം, അത് കഴിക്കാത്തതാണ് നല്ലത്. പക്ഷേ ഇവിടെ ഹസ്ബൻഡിനും മക്കൾക്കെല്ലാം എണ്ണപ്പലഹാരം വേണ്ടത് കൊണ്ട് തന്നെ കുറച്ച് എണ്ണപ്പലഹാരം ഞാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് സമോസയും ഉള്ളിവജയും അതേപോലെ പഴംപൊരിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. വളരെ ലളിതമായ രീതിയിലാണ് ഞാൻ ഇന്ന് നോമ്പുതുറ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തതും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് നോമ്പ് തുറക്കാൻ 2 മക്കളും ഹസ്ബൻഡും 3 ആൾക്കുള്ള റെസിപ്പീസാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ തരിക്കഞ്ഞി, അതായത് റവ പാലിലിട്ടത്, പിന്നെ റൂവഫ്സ. അപ്പോൾ ജ്യൂസ് നമുക്ക് ഇഷ്ടം പോലെ വേണം, കൂടുതൽ ഷുഗറൊന്നും ചേർക്കാണ്ട് ലൈറ്റായിട്ടുള്ള മധുരത്തിലാണ് ഞാനിവിടെ ജ്യൂസ് ഉണ്ടാക്കാറ്. കുറേ ടൈപ്പ് ജ്യൂസോ സർബത്തോ കുടിക്കുന്ന സമയത്ത് നമുക്ക് കുറേ മധുരം വയറ്റിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ മാക്സിമം കുറഞ്ഞ അളവിൽ ഷുഗർ ചേർത്തിട്ട് കഴിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എണ്ണക്കടികളും കൂടുതലൊന്നും ഉണ്ടാക്കിയിട്ടില്ല, കുറച്ച് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ശരിക്ക് പറഞ്ഞാൽ ഇന്ന് ഒന്നും ഉണ്ടാക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. വീട്ടിലെത്തുന്ന സമയത്ത് തന്നെ 5:30 മണി കഴിഞ്ഞിരുന്നു. പിന്നെ വന്ന് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് കിച്ചണിൽ കുറച്ച് സമയം ഉണ്ടായിട്ടുള്ളൂ. ആ സമയത്ത് പറ്റുന്ന കുറച്ച് ഐറ്റംസാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതേപോലെ ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. കുറേ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വീഡിയോസ് കാണണം. കണ്ടാൽ മാത്രം പോരാ, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ പുതിയ പുതിയ ഏതെങ്കിലും റെസിപ്പി ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.